പെണ്ണേഴ്സ് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കേൾക്കുന്ന ആ ഒരു പെണ്ണേഴ്സ് അല്ല. പക്ഷെ ഒരു പെണ്ണ് പ്രതിയാവുമ്പം എല്ലാ മാധ്യമങ്ങളും അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണല്ലോ പെണ്ണ് കേസ്. പെണ്ണ് സ്ത്രീ ഒരു കേസ് പെട്ടുപോകുമ്പോൾ പറയുന്നൊരു പേര്. ആ രീതിയിലാണ് അത് ക്യാച്ച് ചെയ്ത് തോന്നി. അങ്ങനെയാണ് പെണ്ണ് കേസ് എന്നുള്ള പേരിലേക്ക് വന്നത്. പെണ്ണ് കേസ് എന്ന് പറയുമ്പോൾ ഒരു പുരുഷൻ പെണ്ണ് കേസിൽ വിടുമ്പോഴാണ് പെണ്ണ് കേസ് എന്നുള്ള പേരിൽ വ്യാഖ്യാനിക്കാറ്, അല്ലെങ്കിൽ അങ്ങനെ ഇവിടെ പറയാറുണ്ട്. പക്ഷെ ഇവിടെ ഒരു പെണ്ണ് ഉണ്ടാക്കുന്ന കുറെ കേസിന്റെ പുറകെ കുറെ പുരുഷന്മാർ പോകുന്നതാണ് പ്രശ്നം ഉണ്ടാവുന്നത്. അങ്ങനെയും ഉണ്ട് ഈ ആ പെണ്ണ് കേസ് എന്ന പ്രയോഗത്തിൽ. പെർസ്പെക്റ്റീവ് അല്ല എന്നുള്ളതുണ്ടായിരുന്നു. അതാണ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന കാര്യം. അങ്ങനെയായിരിക്കും എനിക്ക് അറിഞ്ഞുണ്ട്. പക്ഷെ എനിക്ക് നമ്മളെപ്പോഴും കാണുന്നത് ഭയങ്കര അങ്ങനെ ഭയങ്കര എന്താ പറയുക സോഫ്റ്റ് ആയിട്ടുള്ള അങ്ങനത്തെ പെൺകുട്ടികളെ നമ്മൾ കാണുന്നു. അങ്ങനെയല്ല യൂഷ്വലി സിനിമകളിൽ വരുന്നത് പോലെ അല്ല എന്നുള്ളതായിരുന്നു എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. അത് കേട്ടപ്പം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. യൂഷ്വലി കാണുന്ന ഒരു നമ്മൾ പെർസ്പെക്റ്റീവ് കഥയല്ല എന്നുള്ളതായിരുന്നു എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. പിന്നെ അത് മാത്രമല്ല, ഒരു ഫീമെയിൽ സെൻട്രിക് എന്ന് പറയുന്നതിലും ഇത് ഈ കേസിൽ പെട്ടുപോകുന്ന ആണുങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്റ്റോറി ഉണ്ട് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്നുള്ളതാണ്. സ്ത്രീകൾ പുരുഷന്മാർ സുരക്ഷിതരല്ല എന്ന് പറയാൻ പറ്റില്ല. അതെ, ഏത് തരത്തിലാണോ വിക്ടിമാവപ്പെടുന്നത് അവിടെയാണ് പ്രശ്നം ഉണ്ടാവുന്നത്. അങ്ങനെ നോക്കുമ്പോൾ പുരുഷന്മാർ മാത്രം നല്ലതാണെന്ന് പറയുമ്പോൾ സ്ത്രീകൾ മാത്രം നല്ലതാണെന്ന് പറയാൻ പറ്റില്ല. ചില കേസസ് ഉണ്ട്, സ്ത്രീകൾ പ്രതികളായി വരുന്ന കേസസ് ഉണ്ട്, നമ്മൾ കൂടത്തായി കേസുണ്ട്, അങ്ങനെ അല്ലെങ്കിൽ കുറെ അതുപോലെ റെഫറൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ അങ്ങനെയുള്ള കേസുകളുണ്ട്. അപ്പം അതിലും ഈ പറഞ്ഞ സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ ഈ നാട്ടിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാണെന്നുള്ളത് ഉണ്ട്. അതിനകത്ത് ഇപ്പം ഇവരാണോ നല്ലത് അവരാണോ നല്ലത് ആരാണ് സേഫ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. രണ്ടുപേരും ആരും സേഫ് അല്ലെന്ന് പറയും. ഈ പെർസ്പെക്റ്റീവ് സ്ത്രീക്കും ഉണ്ടായിക്കൂടെ? അവരനുഭവിക്കുന്ന കാര്യങ്ങളും ഈ പറയുന്നത് ഒരു സ്ത്രീയാണ് അതിനകത്ത് വ്യക്തി എന്നുണ്ടെങ്കിൽ അവർക്കും അതൊക്കെ ഉണ്ടാവാമല്ലോ. പക്ഷെ അവരുടെ കൂടെ നമ്മൾ നിയമം നിൽക്കുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. നിയമം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിപ്പോ എന്നോട് നിയമം മാറ്റിയതൊക്കെ വരും. പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രിവിലേജ് ആക്ച്വലി സ്ത്രീകൾക്ക് വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു ഐഡന്റിറ്റി പ്രശ്നത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ എല്ലാ കേസസിലും ഐഡന്റിറ്റി റിവീൽ ചെയ്യരുത് എന്നുള്ളതില്ല. അബ്യൂസീവ് ആയിട്ടുള്ള കേസസിൽ മാത്രമേ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ മറ്റ് കേസുകളിൽ സ്ത്രീകളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാതിരിക്കുന്നില്ല. ഒരു സെക്ഷൽ അബ്യൂസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു കേസസ് വരുമ്പോഴാണ് ഐഡന്റിറ്റി റിവീൽ ചെയ്യരുത് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ അങ്ങനെ ഒരു വിക്ടിം ഉണ്ടാവുമ്പോൾ അവരുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നതാണ് നല്ലതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താ പറഞ്ഞു വെച്ചതിനെ കുറിച്ചിട്ട് ധാരണയുണ്ടോ? സിനിമ കണ്ടിട്ടില്ലല്ലോ? ഇല്ല. പെണ്ണ് കേസ് എന്നുള്ള ടൈറ്റിൽ അറിയാം. ഒരു സ്ത്രീ ഒരു കുറുപേര് ചതിച്ചത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. അത് സിനിമ കണ്ട ശേഷമാണ് അതിന് കൃത്യമായി ഉത്തരം പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഏത് പക്ഷത്താണ് നിന്നതിനെ കുറിച്ചിട്ട് അങ്ങനെ കൃത്യമായിട്ട് നിന്നില്ല. ഇന്ന പക്ഷം സ്ത്രീ പക്ഷത്ത് നിന്നിട്ടാണ് അല്ലെങ്കിൽ പുരുഷ പക്ഷത്ത് നിന്നിട്ടാണ് ഈ സിനിമ പറയുന്നില്ല. അതാണ് നേരത്തെ പറഞ്ഞതിന്റെ ഉത്തരവ്. ഒരു പക്ഷം പിടിക്കുന്നതല്ല ഈ സിനിമ പറയുന്നത്. ചിലപ്പോൾ ഒരു പക്ഷം മാത്രം കേൾക്കുന്നു എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് ഉള്ളതുകൊണ്ടായിരിക്കും. അതിപ്പോൾ ഒരു മെയിൽ ഡോമിനന്റ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിൽ ഫീമെയിൽ പെർസ്പെക്റ്റീവും കൂടെ കേൾക്കണം എന്ന് പറയുന്നതിന് നമ്മളതിനെ ഈക്വലൈസ് ചെയ്യാന്നുള്ളതേ പറയുന്നുള്ളൂ. അതിന് ഇന്ന പക്ഷം പിടിക്കണം അല്ലെങ്കിൽ പുരുഷപക്ഷ സിനിമകളിലൂടെ ഉണ്ടാവരുതെന്ന് പറയുന്നു. അങ്ങനെ നിങ്ങൾ പുരുഷപക്ഷ സിനിമകൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ പാരലലി സ്ത്രീകളുടെ അത് കൂടെ കേൾക്കണം എന്നുള്ളത് മാത്രമേ പറയുള്ളൂ. അല്ലാതെ ഒരു മെയിൽ ഇൻഡസ്ട്രി മാത്രം ഇവിടെ വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിലല്ലല്ലോ പറയുന്നത്. അപ്പോൾ അത് ഈക്വൽ ആയിട്ടുള്ള സ്പേസ് ഉണ്ടാവണം എന്ന് പറയുന്നതിന് എനിക്കറിയില്ല, നിങ്ങൾ കേൾക്കുന്നതിന്റെ പ്രശ്നമായിരിക്കാൻ തോന്നുന്നു. അത് അതെ, സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ഈക്വൽ ആയിട്ടല്ലേ കാണണ്ടേന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് പക്ഷവും കേൾക്കണമല്ലോ. ഒരു ഇൻഡസ്ട്രി മെയിൽ ഡോമിനന്റ് ആണ്. അപ്പൊ അവിടെ നിന്ന് കുറച്ചും കൂടെ ഒരു ഇവരുടെ പെർസ്പെക്റ്റീവ് കൂടെ കേൾക്കണമെന്ന് സ്ത്രീകൾ ആവശ്യപ്പെടുന്നത് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. ഇതങ്ങനെ ഔട്ട് ആൻഡ് ഔട്ട് കോമഡി പടമല്ല. ഇതൊരു ആൾക്കാരുടെ സിറ്റുവേഷൻ ആണ് അതിനകത്ത് കോമഡി ആയിട്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്യാം. അപ്പം എൻ്റെ പ്രശ്നങ്ങൾ എന്റെയാണ്, ബാക്കിയുള്ളവർക്ക് കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നും എന്ന് പറയുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളിൽ കൂടെ കിടന്നു പോകുന്ന ആൾക്കാരാണ്. അങ്ങനെ ഔട്ട് ആൻഡ് ഔട്ട് ഒരു കോമഡി സിനിമയല്ല. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്, ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്, കുറച്ച് കോമഡി സീക്വൻസുകളുണ്ട് എന്നല്ലാതെ ഔട്ട് ആൻഡ് ഔട്ട് ഒരു എന്റർടൈനർ സിനിമയാണ്.
കോമഡി സിനിമയല്ല. ഇഷ്ടംപോലെ വാർത്തകൾ വരാറുണ്ടല്ലോ, കല്യാണ തട്ടിപ്പ് നടത്തുന്ന പുരുഷന്മാരെ പറ്റിയും സ്ത്രീകളെ പറ്റിയുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം ആണ് മറ്റേ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടനെ പറ്റിച്ചൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയിലൊക്കെ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ യൂണിറ്റിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്ക് ഇതേപോലത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് അതൊരു റെഫറൻസ് ആയിരുന്നു. അതൊരു വാർത്ത വന്നപ്പോൾ അത് നമുക്കൊരു റെഫറൻസ് ആയിരുന്നു. അവർ ചെയ്തിരുന്ന കാര്യങ്ങളും അങ്ങനെ യൂഷ്വലായിട്ട് ഇവർക്കെല്ലാം ഒരു പാറ്റേൺ ഉണ്ടാവും. ആ പാറ്റേൺ ആണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. നമ്മൾ റിയൽ ലൈഫിൽ ഞാനങ്ങനെ പറ്റിച്ചു പോകുന്നാരെയും നമ്മൾ കല്യാണം കഴിച്ച് പറ്റിച്ചു പോകുന്നാരെയും കണ്ടിട്ടില്ല. റിലേഷൻഷിപ്പിൽ ഇപ്പം നമുക്കത് പറ്റിച്ചു എന്ന് പറയാൻ പറ്റില്ലല്ലോ. ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം പോലെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിനൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ട്രാക്ക് ഉണ്ട് ഈ പടത്തില്. അപ്പോ അതിലൂടെയാണ് ഇതിന്റെ യഥാർത്ഥ സത്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെന്തായാലും ഉണ്ട് ഇതിനകത്ത്. ഈ പറഞ്ഞ പോലെ വേറൊരു പെർസ്പെക്റ്റീവ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇപ്പൊ ഞാൻ ചെയ്തൊരു പടം മനുഷ്യ എന്നാണ് പടത്തിന്റെ പേര്. വെട്രിമാരനാണ് ഇതിന്റെ പ്രൊഡ്യൂസർ. അപ്പൊ അതിപ്പോഴും സെൻസർ ഇഷ്യൂ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് അവര് പറഞ്ഞത്, എനിക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതിനകത്ത് അവര് പറഞ്ഞ 64 കട്ട് വേണം എന്ന് ആദ്യം പറഞ്ഞു. പിന്നെ അവര് കോർട്ടിൽ അത് ചാലഞ്ച് ചെയ്തു. അത് കഴിഞ്ഞ് 34ആയി, 14ആയി, 10ആയി, അങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത് ഒരുപാട് പ്രാവശ്യം കോടതി കയറി ഇറങ്ങി. അവസാനം ജഡ്ജി പടം കാണാണ്ട് വന്നു. ജഡ്ജി പടം കണ്ടിട്ട് പറഞ്ഞതിനകത്ത് കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ട് 2 കട്ട് മതി. സോ ബേസിക്കലി ഒരു സെൻസർ ബോർഡ് ഉണ്ടാവില്ലേ, സെൻസർ ബോർഡ് പറയുന്ന സ്ഥലത്ത് വേണം. അവർക്ക് കുറെ മാനദണ്ഡങ്ങൾ ഉണ്ടാവും അവർ നോക്കേണ്ടത്. അപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെൽമെറ്റ് വെച്ച് വണ്ടി ഓടിച്ച് ഹെൽമെറ്റ് വെക്കാതെ എൻ്റെ അടിയിൽ സ്റ്റാറ്റ്യൂട്ടറി വാണിങ്ങുണ്ടോ, അങ്ങനെ ഇതൊക്കെ റെഫറൻസിന് തരുന്നതിന് പ്രശ്നങ്ങളുണ്ട്. അത് അവർ ചെയ്യുന്ന അവരുടെ ജോലിയായിരിക്കാം. അല്ലാതെ അവർ പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഒരു സിനിമയോടോ ഒരു പ്രത്യേക സമുദായത്തോടോ പ്രശ്നം അങ്ങനൊന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് കൊടുത്തിട്ടായിരിക്കും പിന്നെ ഫോർമാറ്റ് ചെക്ക് ചെയ്യണം എന്നുള്ളത്. ഇത് പണ്ട് തൊട്ടേ ഉണ്ട്. പണ്ട് ഇപ്പൊ ഒരു പ്രത്യേക പാർട്ടി വന്നിട്ടുള്ളതല്ല. അന്ന് അവരുടെ അജൻഡാസ് ഉണ്ട്, ഇവരുടെ അജൻഡാസ് ഒക്കെ ഉണ്ടാവും. അതിപ്പോ നമുക്കൊന്നും ചെയ്യാനില്ല. എന്റെ അഭിപ്രായത്തില് മൂവി മേക്കിംഗ് ഭയങ്കര അൺഅപ്പോളജറ്റിക്കൽ ആയിരിക്കണം എന്നെനിക്കൊരു തോന്നലുണ്ട്. മൂവി മേക്കിംഗ്, സിനിമ പറയലും അങ്ങനെ ഒരു മൂവി മേക്കിംഗ് ഉണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. പറയാൻ പറ്റുന്ന, കാണിക്കാൻ പറ്റുന്ന വിഷ്വൽസ് എല്ലാ തരത്തിലുണ്ടോ, അത് ഭയങ്കര രസമാണ്. അങ്ങനത്തെ സിനിമകൾ കാണാൻ അങ്ങനത്തെ ഓഡിയൻസ് ഉണ്ടാവുന്നത് ഭയങ്കര രസമാണ്. അതുകൊണ്ടായിരുന്നു ബേസിക്കലി ഞാനൊരു എന്താ പറയുക ഭയങ്കര വയലൻസിന്റെ സിനിമകളുടെ ഫാനല്ല. കാരണം അങ്ങനത്തെ സിനിമകൾ മോശമാണല്ല, അങ്ങനത്തെ സിനിമകളുടെ ഫാനല്ല. ഇപ്പൊ റീസെന്റ് ഇതിനു മുന്നേ ഇവിടെ ഇറങ്ങിയിട്ടുള്ള പടങ്ങളിൽ നന്നായിട്ട് കളക്ട് ചെയ്തിട്ടുള്ള പടങ്ങൾ, വയലൻസുള്ള പടങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി അത് കുറച്ച് ദിവസത്തേക്ക് എനിക്ക് കുറച്ച് ട്രോമ തരുന്ന ഒരു പടങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് ഓരോരുത്തരുടെ ചോയ്സാണ്. അത് കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ഈ സിനിമ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് നിന്ന് കണ്ട് ചിരിച്ച് കണ്ട് സന്തോഷിച്ച് ഇറങ്ങി പോകാൻ പറ്റുന്ന, സന്തോഷം ഇൻ ദ സെൻസ് എന്റർടൈൻമെന്റ് ആണത്. അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ ഫുള്ള് ഒരു കോമഡി മൂവി അല്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് വേറെ പല പല ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു സിനിമയാണ്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ട്രാക്ക് ഉണ്ട്, ഇമോഷൻസ് പറയുന്നുണ്ട്, നല്ല രീതിയിൽ ഡ്രാമയുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം പറഞ്ഞ പോലെ എല്ലാം സിറ്റുവേഷനാണ്. കോമഡി പറയാൻ വേണ്ടിയിട്ട് കൗണ്ടർ അടിച്ച് അങ്ങനത്തെ ഒന്നുമില്ല ഇതിനകത്ത്. ഓരോരുത്തരുടെ അവസ്ഥയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ പറ്റിക്കപ്പെട്ട ഭർത്താക്കന്മാരുടെ അവസ്ഥ നമുക്ക് കാണുമ്പോൾ ഭയങ്കര തമാശയായിട്ട് പോകും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സിനിമയാണ്. അപ്പോൾ എന്തായാലും നേരത്തെ പറഞ്ഞാൽ വയലൻസ് മൂവി കണ്ടിറങ്ങിയവരുടെ കൂടെ ആയിരിക്കില്ലേ പടം കണ്ടിറങ്ങുക.